2025 മലയാളത്തിൽ അവരാത്ത പടങ്ങൾ കുറവായിരുന്നു. അങ്ങനെ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് നോക്കി പോയപ്പോഴാണ് ഒരു പടം ഞാൻ കണ്ടത്, ദി കേസ് ഡയറി. അപ്പോൾ പടം തുടങ്ങുന്നത് കുറച്ച് കള്ളന്മാർ ചേർന്ന് ഒരു വീട്ടിൽ കയറി മോഷ്ടിച്ചതിന് ശേഷം ശ്രീരംഗത്തേക്ക് പോകും. അപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ ഒരു മാസ് സ്ലോ മോഷനൊക്കെ ഇട്ട് അവിടെ എത്തും. നിങ്ങളിപ്പോൾ വിചാരിക്കും ഹീറോ ശ്രീരംഗത്തേക്ക് ടൂറിന് വന്നിരിക്കുകയാണെന്ന്. അങ്ങനെയാണ് നമ്മുടെ ഹീറോയുടെ എക്സ്പ്രഷൻ. ഈ പടം തീരുന്നത് വരെ ഹീറോ ഏത് എക്സ്പ്രഷനാണ് കാണിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഹീറോയാണ് ഇത്. അങ്ങനെ നമ്മുടെ ഹീറോ അവരെ കണ്ടുപിടിച്ച് മാസ് കാണിച്ച് ഫൈറ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അമ്മച്ചിയെ കാണിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ റിയൽ സ്റ്റോറി ഓഫ് ദിസ് അമ്മച്ചി. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ചേട്ടനുണ്ട്. അതെ, ഡബിൾ അപരാധമാണ്. ഇവർ രണ്ടുപേരും രണ്ടാൾക്കാരാണ് എടുത്ത് വളർത്തിയത്. സോ ഹീറോയുടെ ചേട്ടനെ വളർത്തിയത് ഈ അമ്മച്ചിയാണ്. ബൈ ദ ബൈ ഹീറോയുടെ ചേട്ടൻ പടമായിട്ട് ഇന്നേക്ക് 5 വർഷമായി. എനിവേ, ബൈ ദ ബൈ ഈ അമ്മച്ചി എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? മോൻ പോയതിൽ പിന്നെ ആ വീട്ടിൽ താമസിക്കാൻ മനസ്സ് വന്നില്ല. എന്നാ പിന്നെ വേറെ വീട്ടിൽ താമസിക്കായിരുന്നില്ലേ? ദിവസങ്ങൾ കഴിയും തോറും ദുഃഖവും സങ്കടവും എല്ലാം മറന്നു. ഓ, പിന്നെ ഇപ്പോൾ സന്തോഷം വന്നോണ്ടായിരിക്കുമല്ലേ ഇരുന്ന് കരയണത്. അങ്ങനെ ഹീറോയുടെ സ്റ്റെപ്പ് ഡാഡി ഇല്ലാത്ത മോട്ടിവേഷനെ കൊടുത്ത് ആ കേസ് എടുത്ത് അന്വേഷിക്കാൻ പറയും. അല്ല, ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കുത്തിക്കഴപ്പ? അങ്ങനെ നമ്മുടെ ഹീറോ ആ കേസ് എടുത്ത് അന്വേഷിക്കാൻ വേണ്ടി ട്രാൻസ്ഫർ വാങ്ങിച്ച് നേരെ ആ നാട്ടിലേക്ക് വിടും. അങ്ങനെ നമ്മുടെ ഹീറോ വലിയ മാസമൊക്കെ കാണിച്ച് പോലീസ് സ്റ്റേഷനിലെത്തും. എന്നിട്ട് കുറച്ച് മാസ് ഡയലോഗുകൾ അങ്ങ് അടിച്ചു വിടും. ക്രിസ്റ്റി സാം, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇന്നു മുതൽ ഞാനാണ് ഇവിടുത്തെ SHO. അനന്തലാൽ സാർ വരുമെന്നുള്ള ഞാൻ കേട്ടതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ ആടി. സത്യം കണ്ടറിയണം, കൊണ്ടറിയണം, അന്വേഷിച്ചറിയണം, അങ്ങനെയല്ലേ? ഈ പടത്തിൽ ഒരു ഹീറോയിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറുതെ വെറുപ്പിക്കാൻ വേണ്ടി ഒരു ഹീറോയിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റോറിയിൽ ഇവളുടെ ഒരു ആവശ്യമില്ല, ബട്ട് കണ്ടോണ്ടിരിക്കുന്നവരെ പിടിച്ചിരുത്തണ്ടേ. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഹീറോയിൻ ഒരു ഡോക്ടറാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും അവളെ ഇംപ്രസ് ചെയ്യിക്കണമല്ലോ. സോ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പുതിയ ക്രിസ്റ്റി സാം. ഹലോ. പക്ഷെ അത് ഏറ്റില്ല. ഇനി കുറച്ച് മാസ് ആവാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പറ്റിയ അവസരം വരുന്നത്. അപ്പോഴേക്കും ആ അവസരം ഉപയോഗിച്ച് മാസ് കാണിച്ച് അവളെ അങ്ങ് ഇംപ്രസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇവൾ ഇത് ആലോചിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ നമ്മുടെ ഹീറോയെ വിളിച്ച് നൈസിലേക്ക് കറക്കി എടുക്കാൻ നോക്കും. എന്തായാലും നല്ല ഡിസിപ്ലിൻ ഉള്ള പോലീസാണ് നമ്മുടെ ഹീറോ. കാരണം സ്വന്തം ചേട്ടന്റെ കൊലപാതകത്തിന്റെ കേസ് അന്വേഷിക്കാൻ വന്നിട്ട് പെണ്ണിനെ കണ്ടപ്പോൾ നൈസിലെ പൂക്കി പോലീസായി. അങ്ങനെ വീണ്ടും നമ്മുടെ ഹീറോയ്ക്ക് കേസിന്റെ ഓർമ്മ വരും. അതുകൊണ്ട് നേരെ ചേട്ടന്റെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി പോകും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഹീറോയുടെ ചേട്ടന്റെ ഒരു അപരാധ ഫ്ലാഷ് ബാക്ക് ആണ്. അത് ചേട്ടൻ എങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇവൾ ഫ്ലാഷ് ബാക്കിൽ പാട്ടൊക്കെ അങ്ങ് കുത്തിപ്പൊക്കും. എന്തോന്നടേ. അങ്ങനെ ആ അപരാധ ഡാൻസ് ഒരുത്തിന് അവളായിട്ട് പ്രശ്നം ഉണ്ടാകും. ആക്ച്വലി ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ പ്രശ്നം. അങ്ങനെ ഇത് ചോദിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയുടെ ചേട്ടനും ടീംസും എത്തും. എന്നാ നിന്നെ തല്ലടാ. അങ്ങനെ ഇത് കേട്ടായ ചേട്ടനും ടീംസും ചേർന്ന് അവനെ അങ്ങ് പഞ്ഞിക്കും. അതിനിടയിൽ വെച്ച് ഇവൾക്ക് ചേട്ടന്റെ കൂട്ടുകാരന്റെ മാസ് അടി കണ്ട് ഇംപ്രസ് ആവും. എന്നിട്ട് നൈസിൽ അവൾ പോയി പ്രപ്പോസ് ചെയ്യും. അപ്പോഴേക്കും വീണ്ടും ഒരു അരമണിക്കൂർ നമ്മളെ വെറുപ്പിക്കാൻ വേണ്ടി വേറൊരു ഫ്ലാഷ് ബാക്ക്. ഇതെന്താ ഫ്ലാഷ് ബാക്കിന്റെ അകത്ത് ഫ്ലാഷ് ബാക്ക്? അത് അവനൊരു തേപ്പ് കിട്ടിയ അപരാധ ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ വില്ലൻ അവരുടെ കെഫയിൽ വെച്ച് ഒരുത്തനെ വെട്ടിക്കൊല്ലും. അതിനിടെ നമ്മുടെ ഹീറോയുടെ ചേട്ടൻ വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുക്കും. നന്മ മകൻ. ബൈ ദ ബൈ ആ പോലീസ് നമ്മുടെ വില്ലന്റെ ആളായിരുന്നു. അപ്പോൾ നമ്മുടെ വില്ലൻ അവരുടെ കെഫയിൽ തീയിടും. ഇതിന് പകരം ചോദിക്കാൻ വേണ്ടി നമ്മുടെ ചേട്ടനും ടീംസും വലിയ മാസ് സ്ലോ മോഷനൊക്കെ ഇട്ട് വില്ലന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് നേരെ പോയി വില്ലന്റെ കാല് പിടിക്കും. ഇതിനാണ് നീ ഇത്ര മാസമായിട്ട് സ്ലോ മോഷനിലൊക്കെ നടന്നു വന്നത്. എന്നിട്ട് വില്ലന്റെ വീഡിയോ ലീക്ക് ആക്കും. അങ്ങനെ അതിന് റിവഞ്ച് എടുക്കാൻ വേണ്ടി ഒരു ഉത്സവത്തിൽ വെച്ച് നമ്മുടെ ഹീറോയുടെ ചേട്ടൻ അവരെല്ലാം ചേർന്ന് പണി വിടും. അപ്പോൾ ബാക്ക് ടു ദ കൊണച്ച പ്രസന്റ് സ്റ്റോറി. നമ്മുടെ ഹീറോയെ കാണാൻ 2 വില്ലന്മാർ പോലീസ് സ്റ്റേഷനിൽ കയറി വരും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്. മോനെ, കളിക്കാൻ വന്നവൻ കളിക്കും, ഇറങ്ങി കളിക്കും, ജയിക്കും വരെ കളിക്കും, ജയിക്കാൻ വേണ്ടി ചിലപ്പോ ഫൗളും കളിക്കും. ഇതൊക്കെ കേട്ട് പേടിച്ച് ആ മണ്ടന്മാർ തിരിച്ചു പോകും. ഇത് കഴിഞ്ഞ് വെറുതെ ഒരു അരമണിക്കൂർ നമ്മളെ വെറുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയിന്റെ വക ഒരു അപരാധ ഫൈറ്റ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്ലാഷ് ബാക്കിലെ ട്വിസ്റ്റ് ഹീറോ മനസ്സിലാക്കുന്നത് ചേട്ടനെ കൊന്നത് സ്വന്തം കൂട്ടുകാരനാണെന്ന്. അങ്ങനെ ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു ക്യാമിയോ റോളിൽ നമ്മുടെ റിയാസ് ഖാൻ മാസ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഹീറോ കാണാപാഠം പഠിച്ചു വെച്ചിരുന്ന ഒരു ഡയലോഗ് അങ്ങ് എടുത്ത് കീച്ചു. ഗോവയിലെ ഗലിയിൽ ജനിച്ച് സോനാഗച്ചിയിലും കാമാത്തിപ്പുരയിലും പിമ്പായി ജീവിച്ച സങ്കരവർഗക്കാരനായ നിനക്ക് ഊറിക്കൂടിയ ഗർഭപാത്രത്തിനും തള്ളയോട് വിലപേശ വാടക വരെ പറയാം. അതെല്ലാവരും ചെയ്യണമെന്ന് വാശി പിടിക്കരുത് നീ. അങ്ങനെ മാസായിട്ട് വന്ന റിയാസ് ഖാനെ നമ്മുടെ ഹീറോ അങ്ങ് പണി വിടും. അങ്ങനെ പടം തീർന്നു.